യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 30:18 നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. വഴിയരികിൽ ഒരു ഇരയെ കാത്തിരിക്കുന്ന സിംഹത്തെ പോലെ നിന്നെ കണ്ട്, നിന്നെ തൊട്ട്, നിന്നെ രക്ഷിച്ച്, നിന്നെ ഉയർത്താൻ വേണ്ടി മാത്രം കർത്താവ് നിന്റെ പാതയിൽ ഒരുപക്ഷെ വഴിതെറ്റിപ്പോകുന്നവനായിരിക്കും, കർത്താവിനെ മറന്നു നീങ്ങുന്നവനായിരിക്കാം. പക്ഷെ നിന്നോടെന്നാലും ഔദാര്യം കാണിക്കാൻ, ഏത് വിധേനയും നിന്നെ ഒന്ന് എടുത്തു പൊക്കാൻ, നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ദൈവമാണ് നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതം. നീ വഴിവിട്ടു പോയി, വഴി മാറിപ്പോയി, തന്നിഷ്ടത്തിന് പോയി, തോന്നിയ വഴിക്ക് പോയി, എന്നിട്ടും ഔദാര്യത്തോടെ നിന്നോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ദൈവം പതിയിരിക്കുകയാണ് പാതയിൽ. ഈ കർത്താവ് മറഞ്ഞിരിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നത് ഭാഗ്യമല്ലേ? തോന്നിയ വഴിക്ക് തന്നിഷ്ടത്തിന് പോയപ്പോഴും നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. പൊന്നുകുഞ്ഞേ, കർത്താവിൻ്റെ ഔദാര്യമാണ് നിന്റെ ആത്മീയ അഹങ്കാരത്തിന് പരിഹാരം. കർത്താവിൻ്റെ ഔദാര്യം നിന്റെ പാപങ്ങളെ കഴുകും, നിന്നെ വിശുദ്ധീകരിക്കും, എന്നെ വിശുദ്ധീകരിക്കും. ആമേൻ.